ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു കറൻറ്റ് എനർജിയാണ്. അവരുടെ ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു പൗർണമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. ജൂൺ 29 ഏർലി മോർണിംഗ് പുലർച്ചെ തന്നെ പൗർണമി തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണത് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ഒരു എനർജി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Page of Wands, Wheel of Fortune, Five of Cups, Ten of Swords and Queen of Cups. നമ്മളിവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഒരു വ്യക്തി വളരെയധികം ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഒരു ലോസ് ഫീലിംഗ് ഉണ്ട്. അത് മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത, അല്ലാന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ അധികം ഒരു സ്പാർക്ക് അല്ലെങ്കിൽ വളരെ അട്രാക്ഷൻ, ആ ഒരു താല്പര്യം, എനർജി ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ അതിനാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയുള്ളൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ താല്പര്യം, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടന്ന വ്യക്തിക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻഡായി എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഒരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ള രീതിയിലായിരിക്കാം കാര്യങ്ങൾ അവസാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിൽ പോകുന്നൊരവസ്ഥ, നോ കോൺടാക്റ്റിൽ പോകുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കാം. എന്നാൽ ഈ ഒരു വലിയൊരു നമ്മളുടെ ഒരു ദുർഘടം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ അവസാനിച്ചു. അതിൽ നിന്ന് ആ ഒരു എൻഡിങ് നമ്മൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനൊരു ബിഗിനിങ്ങും ഉണ്ട്. അത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ മനസ്സിനകത്തെങ്കിലും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവാം. ഹീൽ ചെയ്ത് വരുന്നൊരു എനർജിയായിട്ടും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് എനർജി ആയതുകൊണ്ട് രണ്ടുപേരുടെയും എനർജീസ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ലോസ് ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ ഒരാൾ വളരെയധികം നിൽക്കുന്നുണ്ട്, ഒരു ഹീലിങ്ങിന് ശ്രമിക്കുന്നതായിട്ട് കാണാം. ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊരു മേജർ കാർമിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു മാറ്റം തന്നെയായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണ് അവരുടെ ഒരു മനസ്സിനകത്തുള്ളത്? അവർ കൂടുതൽ ദുഃഖിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത്? അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും രീതിയിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യവശാൽ ആദ്യം എങ്ങനെയാണോ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്റ്റക്നെസ് ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ വൈസ് അവർക്ക് സംഭവിക്കാറുണ്ട്. ചിലവരങ്ങനെയല്ല. അവർക്ക് തന്നെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജി, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നുന്നു, വേറെ കാര്യങ്ങൾ തേടി പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ മാറ്റങ്ങളുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും സാഹചര്യവശാൽ അങ്ങനെ മാറി നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഗതിയായിരിക്കും. അതായത് മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിലൂടെ പോകേണ്ടി വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
Ten of Swords, Star, Eight of Cups, Emperor, Lovers, Nine of Cups, Moon, Ten of Wands, Magician, Seven of Cups, Tower, King of Pentacles, Temperance, Queen of Pentacles, Four of Cups, Ace of Swords. ഇപ്പോൾ നമ്മൾ അവരുടെ ഈ ഒരു നിങ്ങളോടുള്ള എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഓൾറെഡി വ്യക്തമാണ്. നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ അകന്ന് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാത്രമല്ല അവരുടേതായിട്ടുള്ള ലൈഫിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയായിരിക്കും. അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അവർ വളരെ സെൽഫിഷായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജി നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ഒരു പക്ഷേ ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തി, മാത്രമല്ല അവരുടെ ലൈഫുമായിട്ട് അവർ ബിസി ആയിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പഴയ പ്രയോറിറ്റി നമ്മൾ നേരത്തെ സ്പ്രെഡിലും കണ്ടതാണ്, അത് നിങ്ങൾക്ക് തരാത്ത രീതിയിൽ ഒരു അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ നോക്കുന്ന ഒരു ടൈം പീരീഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പുറമേ പോകുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇൻറ്റേർണലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല നേരത്തെ മുതലേ അവർക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്ന ഒരു ടൈം പീരീഡിന് പ്രത്യേകിച്ച് നമുക്ക് പൗർണമി അങ്ങനെയുള്ള ആ ഒരു സമയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാനസികമായിട്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന, കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറുന്ന, അങ്ങനെയുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ചിലപ്പോൾ അതുകൊണ്ടുമായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ടെൻ ഓഫ് സോഡ്സ് എനർജി കണ്ടതാണ്. അപ്പോൾ സെയിം നമുക്കിവിടെ അത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു വലിയൊരു അവസാനം, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നിർത്തേണ്ടി വന്നിട്ടുള്ള ഒരു രീതിയൊക്കെയാണ് അവരുടെ മനസ്സിനകത്ത് അവർക്കും കാണാൻ കഴിയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സ്റ്റാറാണ്. എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു പ്രതീക്ഷ സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് അവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് വിഡ്രോ ചെയ്ത് മാറി നിന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ ബിസി ആയിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ എപ്പോഴും ഓർക്കാത്തൊരു പേഴ്സൺ ആയിരിക്കണം. അവരുടേതായിട്ടുള്ള എന്ത് കാര്യത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കൂടുതൽ മുഴുകി നിന്നൊരു വ്യക്തിയായിരിക്കാം. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയും ആവണമെന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് അത് അവഗണിച്ച് സ്വന്തമായിട്ട് ഹീലിംഗ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ട് ഓർക്കാൻ ഇഷ്ടമില്ലാത്തതോ വേദനിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം വിട്ടുകളയുന്ന ചില വ്യക്തികൾ ഒരു പക്ഷേ അങ്ങനെയും ആവാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു എനർജി കാണാമെന്നുള്ളതാണ്. കാരണം അവരങ്ങനെയൊക്കെ ഒരു പിന്തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ തോട്ട്സ് കയറി വരുന്നുണ്ട്. ആ ഒരു ഫുൾഫിൽമെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയധികം അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിൽ, എത്ര ദൂരത്താണ്, ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും വകവയ്ക്കാതെ തന്നെ ആ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്ന എനർജിയാണ് നമുക്കിവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്, അവർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാറ്റേൺ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈം പീരീഡിൽ അവർ വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ കയറി വരുന്നുണ്ട്. ആ ഒരു ഇൻറ്റിമേറ്റ് ലെവലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു അവസ്ഥയാണ്. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും വളരെയധികം നിങ്ങളോട് അട്രാക്റ്റഡ് ആവുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പൗർണ്ണമിയുടെ കാര്യം പറഞ്ഞോളൂ, നമുക്കിവിടെ ഒരു മൂൺ എനർജിയും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒരു ഡബിൾ കൺഫർമേഷൻ ആണെന്ന് തന്നെ പറയാം. ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പിരിമുറുക്കം, ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള തീരുമാനത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവർക്ക് വളരെയധികം നിങ്ങളോടൊരു ചായ്വ് തോന്നുന്നു, അട്രാക്ഷൻ തോന്നുന്നു,
ഏത് രീതിയിലാണ് അത് അവസാനിച്ചതെങ്കിലും ഒരുപക്ഷെ ഇവിടെ കണ്ടതുപോലെ കുറച്ചൊരു പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ട് മാറിപ്പോയിട്ടുള്ള ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ടൊക്കെ ശ്രമിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഭാരം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അത്രയധികം ഒരു ഹെവിനെസ്, ആ ഒരു പെയിൻ, കൺഫ്യൂഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഈ സമയത്ത്. ആ വ്യക്തി എത്രത്തോളം ഒരു ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ വരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. വീണ്ടും വരാനുള്ളൊരു പ്രതീക്ഷ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ പോലും ചിലവർക്കൊരു കാര്യമുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ട് ആക്ഷനൊന്നും എടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല. എങ്കിലും ഇതിനകത്തൊരു മാറ്റം വരും. ഒരു സമയം ഉണ്ടാവും. ഒരു ചേഞ്ച് വരുന്നൊരു സമയമുണ്ടാവും. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പക്ഷേ നിങ്ങളും ആയിരിക്കാം. നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ആ ഒരു രീതിയിൽ പോകുന്നവരാണ്. ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിൽ പോവാണ്. ചില പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ മാറും എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയാന്ന് പറയില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു തോന്നൽ, ഇൻറ്റ്യൂഷൻ ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനൊരു അവസാനം ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരും. തീർച്ചയായിട്ടും കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ അത് നമുക്കിവിടെയും കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഈ സമയത്ത് അനുഭവിക്കുന്ന അവരുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ അത്രയധികം ആ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം, അട്രാക്ഷൻ ഒക്കെ അവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അത്രയും ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഒക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവരത്രയും ഇതിനകത്ത് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെ വരികയാണ്. അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ അതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് എനിക്ക് ഇൻവോൾവ് ആകണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത അവരൊരുപാട് വേട്ടയാടുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വല്ലാതെ അത് കയറി പറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെ പറയാം. പക്ഷെ അപ്പോഴും അവർക്ക് തോന്നുന്നത് ഇതൊരു ഫാൻറ്റസി ആണോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആലോചന ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു സഡൻ റിയലൈസേഷൻ ആയിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ആ ഒരു ലോജിക് മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ അവർക്ക് തോന്നുന്ന അതായത് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻറ്റൻസ് ഫീലിംഗ് അവരുടെ ഒരു നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തോന്നലാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാൻറ്റസി ആണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു പുഷ് ആൻഡ് പുള്ളി ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് അനുഭവിക്കുന്നതെന്നുള്ളത് അവർക്ക് ഈ ഒരു സമയത്ത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോഴും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അതായത് മനസ്സ് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴുള്ള ആ ഒരു ഏത് പ്ലേസിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബോർഡം തോന്നുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം അവർ മിസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ അറിയില്ല ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ അവർ എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് അത്രയധികം ആ ഒരു എന്താ പറയുന്ന ഒരു സ്നേഹാധിക്യം നിങ്ങളോട് തോന്നുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ തോന്നുന്നതുകൊണ്ട് ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു പ്രേരണ മനസ്സിനകത്ത് തോന്നുന്നു. എപ്പോഴെങ്കിലും ഒരു ഏഹ്, എന്താ പറയുന്ന ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും എന്ന് ചിന്തിച്ചിടത്ത് നിന്ന് അതിപ്പോൾ തന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ഒരു മനസ്സ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ടും കാണാം. പിന്നെ നമ്മൾ ലാസ്റ്റുള്ള എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഏഹ്, പലതരത്തിലുള്ള ഒരു ഇമോഷൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരുടേതായിട്ടുള്ള ഒരു കൺഫ്യൂഷൻസ് കാണാൻ കഴിഞ്ഞു. എങ്കിലും അവിടെ ചെന്ന് എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഫൈനലി കാണാനായിട്ട് കഴിയുന്നത്. അതിനാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും. എൻഡിങ് ആയിടത്തു നിന്നുള്ളൊരു ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കാനാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിരിക്കാം. ഏത് രീതിയിലാണ് ഇത് എൻഡ് ആയത് അല്ലെങ്കിൽ അവർ നോ കോൺടാക്റ്റിലേക്ക് കംപ്ലീറ്റ് തീർത്ത് പോയതെന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും അവരിപ്പോൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്ന ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകതയും കൂടി കൊണ്ടായിരിക്കാം വളരെയധികം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി കണക്റ്റ് ആവാനായിട്ടും ഒരുപാട് സങ്കടവും വിഷമവും
കൺഫ്യൂഷനൊക്കെ കൂടി നേരിടുന്ന ഒരവസ്ഥയിലൂടെ പോകുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷേ നോർമലി ഒരു പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത തന്നെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലി അവർ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പുറമെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ഈ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ത്വര അവരുടെ മനസ്സിനകത്ത് ഒരുപാടുള്ളതായിട്ട് കാണാം. പക്ഷെ അത് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇത് ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത കൊണ്ടോ ആ ഒരു എനർജി ഇമോഷൻസ് ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടോ ആയിരിക്കാം. ചിലവരത് പ്രൊസീഡ് ചെയ്തെന്ന് വരാം. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ളത്. നമ്മളിവിടെ ഒരു സിംഗിൾ കാർഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് നോക്കാം അവർ ഈ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുമോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് കിട്ടിയത് തന്നെ 8 ഓഫ് വാണ്ട്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്നെന്നുള്ളതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് കാണിക്കുന്നൊരു എനർജിയാണ്. ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു പേഴ്സൺ അത്രയേറെ ഒരു കലങ്ങി മറിഞ്ഞ മാനസികാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഏർജ് അത്രയും നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഡബിൾ കൺഫർമേഷനായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കുറച്ചധികം നാളുകളായിട്ട് നോ കോൺടാക്റ്റ് പീരീഡിലുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മളത് വളരെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോവാതിരിക്കുക. കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ നെഗറ്റീവാണ് അറിയാതെ പോലും മാനിഫെസ്റ്റ് ആവുന്നതെങ്കിൽ അതും വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ അത്രയും നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഡിസയർ എന്താണോ അത് യൂണിവേഴ്സിനെ അറിയിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ മൂൺലൈറ്റ് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് ചെയ്യുക കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യുക. ഈ ഒരു റീഡിങ്ങിനകത്ത് വന്നിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് ആണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലിയേഷനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും